മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ ജയ രാധേ ജയ രാധേ 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 ജയ രാധേ 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 ജയ രാധേ 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 ഹേ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ യാദവ കൃഷ്ണ യദുനന്ദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയ് ബോൾ സദ്ഗുരു മഹാരാജ് കീ ജയ്. ഭഗവാനായാലും ധർമ്മത്തിൻ്റെ ഒപ്പം ധർമ്മത്തിന് താഴെയാണ് ഭഗവാൻ ഇരിക്കുന്നു എന്നാണ് ധർമ്മപുത്ര പട്ടാഭിഷേകത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ശിവപഞ്ചായതനം രാമപഞ്ചായതനം എന്നൊക്കെ പറയാറുണ്ട്. പഞ്ചായതനം പറഞ്ഞാൽ 5 പേർ: ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ, നന്ദി. ഒരു 5 പേർ പഞ്ചായതനം. ഇപ്പോൾ ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ. ശിവൻ്റെ ചരണത്തിൻ്റെ തിരുവടിക്ക് താഴെ ഇരിക്കുന്നത് നന്ദികേശ്വരനാണ്. അതേപോലെ രാമപഞ്ചായതനം, രാമൻ, സീത. പ്രധാനമായിട്ട് ലക്ഷ്മണൻ ഉണ്ടാവും. ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ തിരുവടിയിൽ ഹനുമാൻ സ്വാമി തല താഴ്ത്തി നിൽക്കും. അതേപോലെയാണ് ധർമ്മപഞ്ചായതനം. ധർമ്മപുത്രൻ്റെ പഞ്ചായതനം പറയാറുണ്ട്. ധർമാത്മാവ് യുധിഷ്ഠിരൻ, ദ്രൗപദി, പിന്നെ ഭീമൻ, അർജുനൻ, നകുലൻ, സഹാദേവൻ. ധർമ്മപുത്രൻ്റെ താഴെ തിരുവടിയിൽ തല താഴ്ത്തി നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ്. ധർമ്മത്തിന് ഞാൻ തലവണങ്ങി നിൽക്കുന്നു എന്നാണ് ഭഗവാൻ കാണിച്ചു തരുന്നു. അങ്ങനെ ധർമ്മപുത്രനായ, ധർമ്മത്തിൻ്റെ സ്വരൂപനായ ധർമ്മപുത്രനൊക്കെ പട്ടാഭിഷേകം നടത്തി ഭഗവാൻ ദ്വാരകയ്ക്ക് മടങ്ങുന്നു. അങ്ങനെ ദ്വാരകയിൽ ചെന്ന് ശംഖനാദം മുഴക്കി ഭഗവാൻ ആനർത്താൻ സ ഉപവ്രജ്യ സ്വൃദ്ധാൻ ജനപദാൻ സ്വകാൻ ദദ്മൗദരവരം തേഷാം വിഷാദം ശമയന്നിവ. ഭഗവാൻ ഒരു ചെമപ്പ് ശംഖ് എടുത്താണ് വിളിച്ചു. ശംഖിൻ്റെ നിറം, അതിൻ്റെ കളർ വെളുത്ത കളറാണ്. പക്ഷേ ഇപ്പോൾ എന്തായി? ശംഖ് ചെമപ്പ് കളറായി മാറി. ഇങ്ങനെ ചെമപ്പ് കളറായിട്ട് മാറാൻ എന്താ കാരണം? ഭഗവാന്റെ കൈകൾ നല്ല ചുവപ്പ് കളർ, പിന്നെ ഭഗവാന്റെ ചുണ്ടും കൂടി ചുവപ്പ് കളർ. കയ്യിൽ ആ ശംഖ് പിടിച്ച് ചുണ്ടിൽ വെച്ച് വിളിക്കുന്ന സമയത്ത് ഭഗവാന്റെ ആ ചുണ്ടിൻ്റെ ആ ചുമപ്പിൻ്റെ ഒരു ഡാള് കൊണ്ട് എന്തായി? ഉരുക്രമസ്യ അധരശോണശോണിമ സൗച്ചകാശേ ധവലോദരോദരോപി. അങ്ങനെ ഭഗവാന്റെ ചുണ്ടിൻ്റെ ചുമപ്പ് കൊണ്ട് ശംഖ് പോലും ചുമപ്പ് കളറായി കാണാൻ സാധിച്ചു. അങ്ങനെ ഭഗവാൻ ശംഖ് വിളിച്ചപ്പോൾ ആ ശംഖ് വിളി എങ്ങനെയായിരുന്നു പറയുന്നു? ജഗത് ഭയാവഹം. ഈ ലോകത്തിലെ ആരൊക്കെയാണ് ഈ ലോകത്തിനെ പേടിപ്പിക്കുന്നുവോ അങ്ങനെ പേടിപ്പിക്കുന്ന ഭീകരന്മാർക്ക് പോലും പേടിയായി. ഈ സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത്ത്.
പാഞ്ചജന്യം ഹൃഷീകേശ അങ്ങനെ പറയുന്നുണ്ട് ഗീതയിൽ, മഹാഭാരതത്തിൽ. അങ്ങനെ ഭഗവാൻ ശംഖ് വിളിച്ചപ്പോൾ ഭഗവാന്റെ ശംഖ് വിളി കേട്ട് ദ്വാരകയിലുള്ള എല്ലാവരും ഭഗവാനെ കാണാൻ ഓടിയെത്തി. ഇവിടെ പറയുന്നു പ്രഹർഷവേഗോച്ഛസിത ശയനാസന ഭോജനാഹ. ഒരു 80-90 വയസ്സായ മുത്തശ്ശൻ ഈ ഭഗവാന്റെ ശംഖ് വിളി കേട്ടപ്പോൾ ഓടി വന്നു. ഓടി വരുന്ന വഴിയിൽ ഒരു വലിയ കട്ടിൽ ഉണ്ടായിരുന്നു. കട്ടിൽ ചുറ്റി പോവാൻ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ ഓടി വന്ന വേഗത്തിൽ ചെറിയ കുട്ടികൾക്ക് ചാടി പോകുന്നത് പോലെയാണ് മുത്തശ്ശൻ പോലും ആ കട്ടിൽ ചാടി ഓടി വന്നു. കാരണം ആ ഭഗവാനെ കാണാൻ കൊതി വന്നപ്പോൾ എന്തായി, ഉത്സാഹം വരുമ്പോൾ പ്രായമൊക്കെ നമ്മൾ മറക്കും. അങ്ങനെ ഉത്സാഹത്തിൽ ചിലപ്പോൾ നൃത്തം വയ്ക്കുമ്പോൾ പ്രായമായവർ പോലും നൃത്തം വയ്ക്കാറുണ്ട്. കാരണം ഇവിടെ പറയുന്നു ഭാഗവത്തിൽ ദശമസ്കന്ധത്തിൽ തത്ര പ്രവയസോപ്യാസൻ യുവാനോ അതിബലൗജസ. പ്രവയസ 90 വയസ്സുകാരൻ പോലും ഭഗവാന്റെ തിരുമുഖം കണ്ടാൽ ഒരു ബൂസ്റ്റ് കഴിച്ചതുപോലെ ഒരു എനർജി ഉണ്ടാവും. തത്ര പ്രവയസോപ്യാസൻ യുവാനോതി ബലൗജസ മുഖാംബുജസുധാംബുഹു. അങ്ങനെ ഭഗവാന്റെ ആ തിരുമുഖം കാണാൻ വേണ്ടി എല്ലാവരും ഓടിയെത്തി. എല്ലാവരെയും വേണ്ട വിധത്തിൽ ഭഗവാൻ സത്കരിച്ചു. ഇങ്ങനെ ഒരു രൂപത്തിൽ ദ്വാരകയ്ക്ക് ചെന്ന ഭഗവാൻ വേറൊരു രൂപം സ്വീകരിച്ച് ഉത്തരാദേവി ഗർഭപാത്രത്തിൽ ആ ഉണ്ണിയെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ആ പരീക്ഷത്തിൻ്റെ ഭാഗ്യം എന്തു പറയട്ടെ. എല്ലാവർക്കും ഗർഭവാസം പറയുന്നത് ദുഃഖമാണ്, നരകമാണ്. കുറച്ചു നേരം നമുക്ക് വെളിച്ചം ഇല്ല, കാറ്റില്ലെങ്കിൽ അത് നരകം പോലെ തോന്നിപ്പോകും. കാറ്റുമില്ല, വെളിച്ചമില്ല. ഗർഭപാത്രത്തിൽ കിടക്കുന്ന ജീവനക്ക് 10 മാസം ലൈറ്റില്ല, വെളിച്ചമില്ല, പിന്നെ കാറ്റുമില്ല, ഫാൻ വിളക്കില്ല. മൈസൂർ മഹാറാണി ഗർഭവതി പറഞ്ഞിട്ട് ഇലക്ട്രീഷ്യനെ വിളിച്ച് തൊണ്ടയിൽ ലൈറ്റ് ഫാനൊക്കെ ഫിക്സ് ചെയ്ത് ഗർഭത്തിലിങ്ങനെ ശുചിയുന്ന ഒരു AC ഒക്കെ ഉണ്ടാക്കാൻ പറ്റില്ല. ഏത് മഹാറാണി ഗർഭവതിയായാലും ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് സങ്കടം തന്നെയാണ്. പക്ഷേ പരീക്ഷത്തിന് മാത്രം ഗർഭവാസം വൈകുണ്ഠവാസമായി മാറി. എന്താ കാരണം? ഭഗവാന്റെ ഒപ്പം ഇരിക്കുന്ന ലോകമല്ലേ വൈകുണ്ഠ ലോകം. ഇപ്പം ഗർഭപാത്രത്തിൽ ഭഗവാനും വന്നപ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ട് ഒരു വൈകുണ്ഠവാസമായി പരീക്ഷത്തിന് ഒരു അനുഭവം. അങ്ങനെ 10 മാസം കഴിഞ്ഞ് ആ ഉണ്ണി ജനിച്ചു. ജനിച്ച ഉടനെ തന്നെ കരയാൻ തുടങ്ങി. ക്വാ ക്വാ. സാധാരണ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ക്വാ 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 ഇങ്ങനെ കരയും. സംസ്കൃതത്തിൽ ക്വാ ക്വാ പറഞ്ഞാൽ എന്താ അർത്ഥം? ക്വാ പറഞ്ഞാൽ എവിടെ എവിടെ, ഞാൻ ഗർഭപാത്രത്തിൽ കണ്ട ആ മഹാവിഷ്ണു എവിടെ, മഹാവിഷ്ണു എവിടെ. ഇങ്ങനെ എല്ലാവരെയും പരീക്ഷ ചെയ്തു നോക്കി. അങ്ങനെ പരീക്ഷിച്ചത് കൊണ്ടാണ് ഈ ഉണ്ണിക്ക് പരീക്ഷിത്ത് എന്ന് പേര് വരാൻ കാരണം. പിന്നെ വിഷ്ണു ഭിക്ഷയായിട്ട് ഈ കുടുംബത്തിനെ സമർപ്പിച്ചു. രാതോവോ അനുഗ്രഹാർത്ഥായ വിഷ്ണുണ പ്രഭവിഷ്ണുണ തസ്മാന്നാംനാ വിഷ്ണുരാതഃ ഇതി ലോകേ ബൃഹശ്രവാഹ. വിഷ്ണു ഭിക്ഷയായിട്ട് സമർപ്പിച്ചത് കൊണ്ട് വിഷ്ണു ഭിക്ഷൈ ഇങ്ങനെ പേരിട്ടു. അങ്ങനെയൊക്കെ തമിഴ്നാട്ടിലൊക്കെ പേരിടുന്നുണ്ട്, പിച്ചൈ ഇങ്ങനെയൊക്കെ പേരിടാറുണ്ട്. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ഈ ഉണ്ണി എങ്ങനെ ഇരിക്കും? ജ്യോത്സ്യന്മാരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ പറഞ്ഞിരുന്ന ജ്യോത്സ്യന്മാർക്ക് ആദ്യം നമ്മളെ ജാതകമൊക്കെ ഇങ്ങനെ എഴുതി പിന്നെയാണ് പറയും. അവിടെ വന്ന മഹാത്മാക്കൾ ആ ഉണ്ണിയെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇക്ഷ്വാകുരിവ മാണവഃ. ഇക്ഷ്വാകു രാജാവ് പോലെ ഈ ജനങ്ങളെ ഈ ഉണ്ണി രക്ഷിക്കും. ത്വാർത്ഥ പ്രജാവിത സാക്ഷാത് ഇക്ഷ്വാകുരിവ മാണവഃ ബ്രഹ്മണ്യ സത്യസന്ധശ്ച രാമോ ദാസരിതര്യഥ. ബ്രാഹ്മണന്മാരെ കണ്ടാൽ ശ്രീ ദാശരഥിയായ രാമനെപ്പോലെ വന്ദിക്കും. രാമചന്ദ്ര മഹാപ്രഭു കാട്ടിലേക്ക് പോകുന്ന സമയത്ത് മുമ്പിൽ ചില ബ്രാഹ്മണന്മാർ വന്നു. യാഗം ചെയ്ത മഹാത്മാക്കളായ ബ്രാഹ്മണന്മാർ വന്നപ്പോൾ രഥത്തിൽ ചെന്ന രാമചന്ദ്ര മഹാപ്രഭു ഇറങ്ങി രഥത്തിൽ നിന്നും വീണ് നമസ്കരിക്കുന്നു. ഇങ്ങനെയാണ് അവിടെ പറയുന്നു രാമായണത്തിൽ, വാൽമീകി രാമായണത്തിൽ.
അതേപോലെ സത്യസന്ധൻ, അച്ഛൻ്റെ വാക്ക് പരിപാലിക്കാൻ വേണ്ടി യൗവന സമയത്ത് കാട്ടിലേക്ക് പോയി രാമചന്ദ്ര മഹാപ്രഭു. ആ രാമചന്ദ്ര പ്രഭുവെ പോലെയാണ് ഈ ഉണ്ണിയിരിക്കും. ഏഷ ദാതാ ശരണ്യശ്ച യഥാഹ്യൗഷീ നരശിബിഹി. ശിബി ചക്രവർത്തിയെപ്പോലെ തന്നെ ആശ്രയിച്ച് രക്ഷിക്കാൻ തയ്യാറായി നിൽക്കും ഈ ഉണ്ണി. പണ്ടൊക്കെ കുട്ടികൾക്ക് പാഠപുസ്തകത്തിൽ ഇങ്ങനെ ശിബി ചക്രവർത്തി മുതലായ രാജാക്കളുടെ കഥയാണ് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താ വിദേശത്തിലിരിക്കുന്ന എന്തൊക്കെ ആളുടെ പേരതോ പറയുന്നു. എന്താ ഗുണം ഒന്നും മനസ്സിലാവണില്ലേ. ശിബി ചക്രവർത്തിയെ പരീക്ഷിക്കാൻ വേണ്ടി ഇന്ദ്രനും അഗ്നിയും വേഷം മാറി വന്നു. അഗ്നി ഭഗവാൻ ഒരു പ്രാവിൻ്റെ രൂപവും ഇന്ദ്രൻ ഒരു കഴുകിൻ്റെ രൂപം സ്വീകരിച്ച് അവിടെ വന്നു. അങ്ങനെ കഴുകിൻ്റെ രൂപം സ്വീകരിച്ച് ഇന്ദ്രൻ ആ പ്രാവിനെ പിടിക്കാൻ വന്നപ്പോൾ ആ പ്രാവ് വേഗം ശിവിചക്ര രാജാവിൻ്റെ മടിത്തട്ടിൽ വീണ് എന്നെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കഴുകോട് പറഞ്ഞു, രാജാവ്, എന്നെ ശരണം പ്രാപിച്ച ഈ പ്രാവിനെ രക്ഷിക്കാൻ ചുമതല എനിക്കുണ്ട്. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഈ പ്രാവിനെ ഒഴികെ വേറെ എന്ത് ചോദിച്ചാൽ തരാം. അപ്പോൾ കഴുകൻ പറഞ്ഞു, എനിക്ക് ആഹാരം ഈ പ്രാവാണ്. എനിക്ക് ഈ പ്രാവിൻ്റെ മാംസം തന്നെ വേണം. അതിന് പകരം വേറെ എന്തെങ്കിലും തരാം. അപ്പം നിൻ്റെ ശരീരത്തിൻ്റെ മാംസകഷ്ണം കൊടുത്താൽ മതി. ഉടനെ ചെയ്തു, ഒരു തറാസ് കൊണ്ടുവന്നു. അതിൽ പ്രാവിന് ഒരു തറാസിലിട്ടു. പിന്നെ തൊണ്ടം കൈ മുറിച്ച് വെച്ചു, കുറച്ച് കാല് മുറിച്ച് വെച്ചു. എന്നിട്ടും ആ പ്രാവിൻ്റെ വെയിറ്റിൻ്റെ സമമാവണില്ല. ഇതാ കാരണം സാധാരണ പ്രാവെങ്കിലും സമമാവും, ഇത് വേഷം കെട്ടി വന്ന ആളല്ലേ. അവസാനം ശിവി ചക്രവർത്തി എന്ത് ചെയ്തു, തൻ്റെ മുറിഞ്ഞ ശരീരത്തോടു കൂടി സ്വയം തറാസിൽ കയറി നിന്നപ്പോൾ എന്തായി, സമമായി. പിന്നെ അടുത്ത ക്ഷണം നോക്കുമ്പോൾ അവിടെ പ്രാവ് ഇല്ല. അഗ്നി ഭഗവാനും ഇന്ദ്രനും പ്രത്യക്ഷപ്പെട്ടു. നിൻ്റെ ആ ധർമ്മം പരീക്ഷിക്കാൻ വേണ്ടി വന്നവരാണ് പറഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് ആശീർവാദം ചെയ്തു. പഴയ പോലെ രൂപം കൊടുത്തു എന്നാണ് പറയുന്നു. അങ്ങനെ തന്നെ ആശ്രയിച്ച ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം മാംസം പോലും മുറിച്ച് വച്ചു തറാസിൽ. അതുപോലെയായിരിക്കും ഈ പരീക്ഷിത്ത്. യഥാ ഹ്യൗഷീനരശിഭിഃ യശോ വിതണിതാസ്വാനാം ദൗഷ്യന്തൈവ യജ്വനാം. ദുഷ്യന്തൻ്റെ പുത്രനായ ഭരതനെ കൊണ്ടാണ് ഈ ദേശത്തിന് ഭരതഖണ്ഡം പേരുണ്ടായി. അതുപോലെ തന്നെ ആശ്രയിച്ചവർക്ക് നല്ല യശസ് കൊടുക്കുന്ന ആളായിരിക്കും. ധന്വിനാം അഗ്രണീരേഷഃ തുല്യശ്ച അർജുനയോദ്വയോഹോ. രണ്ട് അർജുനന്മാർ, ഒരു അർജുനൻ കാർത്തവീര്യാർജുനൻ, വേറൊരു അർജുനൻ മധ്യമ പാണ്ഡവ അർജുനൻ. അങ്ങനെ രണ്ട് അർജുനനെ പോലെ പ്രകാശിക്കും ഈ പരീക്ഷിത്ത്. ഹുതാശൈവ ദുർധർഷഃ. അഗ്നി ഭഗവാനെപ്പോലെ അടുത്തിരിക്കാൻ പറ്റാത്ത ആൾ, ഈ അത്രയും വേറൊരാളെ കൊണ്ട് ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സമുദ്രൈവ ദുസ്തരഃ. സമുദ്രം പോലെ തരണം ചെയ്യാൻ ദുസ്തരനാണ്. മൃഗേന്ദ്രനെ പോലെ, സിംഹത്തിനെ പോലെ നല്ല പരാക്രമവും. നിഷേവ്യോ ഹിമവാണിവ. ഹിമാലയത്തെ എല്ലാ സാധുക്കളും തപസ് ചെയ്യുന്നത് പോലെ സജ്ജനങ്ങൾ ഈ ഉണ്ണിയെ ആശ്രയിച്ചിരിക്കും. തിതിക്ഷുഹു വസുധേവാസൗ. ഭൂമിയെപ്പോലെ നല്ല പൊറുമയും. സഹിഷ്ണുഹു പിതരായുവ. കുട്ടികൾ എന്ത് ചെയ്താലും അച്ഛനുമാർ സഹിഷ്ണു, ക്ഷമയോടിരിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ അമ്മമാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്തിലാണ് കുട്ടികൾ വിസർജിക്കാൻ തുടങ്ങും. അങ്ങനെ എത്ര ചെയ്താലും കുട്ടികളെ ക്ഷമയോട് കാത്തുരക്ഷിക്കുന്ന അച്ഛനമ്മമാരെ പോലെ ഇരിക്കും. സഹിഷ്ണുഹു പിതരായുവ. പിതാമഹ സമസാമ്യേ. ബ്രഹ്മാവിനെപ്പോലെ എല്ലാവർക്കും ഒരേപോലെയാണ്. ബ്രഹ്മാവിൻ്റെ അടുത്ത് ഒരു അസുരൻ വരം ചോദിച്ചാലും ദേവൻ ചോദിച്ചാലും ആര് തപസ് ചെയ്ത് മനുഷ്യൻ ചോദിച്ചാലും ആർക്ക് എന്ത് വേണോ കൊടുക്കും. ഈ അസുരൻ ഇയാൾക്ക് കൊടുക്കണില്ലേ, അങ്ങനെ പറയാറില്ലേ. രാവണനായാലും ഹിരണ്യകശിപുവായാലും എല്ലാവർക്കും ഒരേപോലെയാണ് അനുഗ്രഹം ചെയ്യുന്നു ബ്രഹ്മാവ്. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, കുറച്ച് നല്ല തല എഴുത്തായിട്ട് എഴുതണം, ഇത് വേണ്ടാത്തതാണ് മോശമായിട്ട് എഴുതി വയ്ക്കാം, അങ്ങനെയൊക്കെ ഇല്ലേ. എല്ലാവരുടെ കർമ്മഫലം അനുസരിച്ച് ഒരേപോലെ സമമായിട്ട് ഇരിക്കുന്നു പിതാമഹൻ ബ്രഹ്മാവ്. പിതാമഹ സമസാമ്യേ. പെട്ടെന്ന് സന്തോഷിക്കും. ആരെപ്പോലെയാണ്? മഹാദേവനെപ്പോലെ. പ്രസാദേ ഗിരിശോപമഹാ. മഹാദേവൻ്റെ ശിരസിൽ ഒരു കൂവളതലം വച്ചാൽ മതി,
ഏകഞ്ച ബിൽവം സലിലഞ്ച കിഞ്ചിത് സമർപ്പിതം ശങ്കരമൂർധ്നിപദ്യ ഭക്ത്യാ അമന്ത്രകം വാപി സമന്ത്രകം വാ. നമശിവായ പറഞ്ഞു വച്ചാലും ഇല്ല, നമശിവായ പറയാതെ വെറുതെ ഒരു കൂവളതളം വെള്ളത്തിൽ മുക്കി ശിവൻ്റെ ശിരസിൽ വെച്ചാൽ മതി. കോടിക്കുളം കുളത്തിൽ പല ആൾക്കാരോട് ചേർന്ന് അദ്ദേഹം മഹാദേവൻ്റെ അടുത്ത് ചെല്ലും, കൈലാസത്തിലേക്ക് ചെല്ലും എന്നാണ് പറയുന്നു. പ്രസാദേ ഗിരീശോപമഃ ആശ്രയ സർവഭൂതാനാം. എല്ലാവർക്കും ആശ്രയമായി എങ്ങനെ മഹാവിഷ്ണു ഇരിക്കുന്നുവോ, യഥാ ദേവോ രമാശ്രയ. ഇങ്ങനെ ഓരോരാളുള്ള ഗുണങ്ങൾ പറഞ്ഞ് അവസാനം എല്ലാ ഗുണങ്ങളും ഉള്ള കൃഷ്ണനെ പോലെയായിരിക്കും. സർവസദ്ഗുണമാഹാത്മ്യേ ഏഷ കൃഷ്ണമനൂവ്രത. അതേപോലെ രന്തിദേവനെ പോലെ ഉദാഹരണമായിരിക്കും. രന്തിദേവ ഇവോദാര. രന്തിദേവൻ പേരുള്ള മഹാരാജാവ് 48 ദിവസം കഴിഞ്ഞ് രാജാവിന് പോലും ഭക്ഷണം കിട്ടാതായി. അപ്പോൾ എത്ര ക്ഷാമം, മഴയില്ലാതെ 48 ദിവസം രാജാവ് പോലും കാട്ടിൽ പോയി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു പാത്രത്തിൽ പായസവും ഒരു പാത്രത്തിൽ വെള്ളവും കിട്ടി. പായസം കുടിക്കാൻ പുറപ്പെട്ട പോലെ ബ്രാഹ്മണൻ വന്ന് ചോദിച്ചു, എനിക്ക് തരുമോ? ബ്രാഹ്മണർക്ക് കൊടുത്തു. പിന്നെ ബാക്കി പകുതി പായസം ബ്രാഹ്മണൻ കൊടുത്തു, പകുതി ഇയാൾ കഴിക്കാൻ നോക്കുമ്പോൾ വേറൊരാൾ വന്ന് എനിക്കൊന്ന് തരുമോ പായസം? പിന്നെ പായസം കൊടുത്തു. കുറച്ച് വെള്ളം മാത്രം ബാക്കി ഉണ്ടായിരുന്നു. അത് കുടിക്കാൻ പുറപ്പെട്ടപ്പോൾ വേറൊരാൾ അങ്ങോട്ട് വന്നു, എനിക്ക് ഒന്ന് വെള്ളം തരാമോ? അടുത്ത ക്ഷണം വെള്ളം കൊടുത്തു. ജീവിഷോർ ജീവജലാർപ്പണാന്മേ. അങ്ങനെ 3 ആൾക്കാർക്കും തനിക്ക് കിട്ടിയ ആ പായസം വെള്ളം കൊടുത്ത് ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് അവിടെ ബ്രഹ്മ വിഷ്ണു ശിവൻ 3 പേരും പ്രത്യക്ഷപ്പെട്ടു. വേഷം മാറി വന്നവരാണ്. എന്താണ് വരം വേണം ചോദിക്കുമ്പോൾ ലോകത്തിൽ ഒരു ആൾക്കും സങ്കടം വരാൻ പാടില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരേ മതം നമ്മുടെ സനാതന മതം ഹിന്ദുധർമ്മം മാത്രമേ ഉള്ളൂ. ബാക്കി മതത്തിലൊക്കെ അവരുടെ മതത്തിൽ ചെന്നവർക്ക് മുക്തി കിട്ടുള്ളൂ, സ്വർഗം കിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നരകത്തിലേക്ക് പോകും. ഇങ്ങനെയാണ് ബാക്കി മതക്കാരൊക്കെ പറയുന്നു. അത് പറഞ്ഞാൽ കുഴപ്പമില്ല, അടുത്തവരെ നശിപ്പിക്കണമെന്നും കൂടി പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവരെയും ജീവിപ്പിക്കണം പറഞ്ഞു കൊടുക്കുന്ന മതം നമ്മുടെ മതമാണ്. ഇവിടെ എല്ലാവർക്കും നന്മ ഉണ്ടാവണം, എല്ലാവർക്കും സുഖമുണ്ടാവണം പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞു, അവരവരുടെ കർമ്മങ്ങൾ കൊണ്ട് അവരവർക്ക് സുഖദുഃഖം ഉണ്ടാവും, അത് മാറ്റാൻ വയ്യ. അപ്പോഴാണ് ഈ രന്തിദേവനെ പ്രാർത്ഥിക്കുന്നു, ആദ്യം പ്രവൃത്തി എല്ലാവർക്കും കിട്ടുന്ന ദുഃഖം മുഴുവനും എനിക്ക് തന്നോളൂ, ഞാൻ എല്ലാവരുടെ ദുഃഖവും ഞാൻ മേടിച്ചോളാം, ബാക്കി എല്ലാവരും നന്നാവട്ടെ. ഇത് പ്രാർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ ആ രാജാവിൻ്റെ നാട്ടിൽ മഴ പെയ്യിച്ചു എന്നാണ് കഥ. ആ രന്തിദേവനെപ്പോലെ നല്ല ഉദാര ഗുണം ഉണ്ടാവും ഈ പരീക്ഷത്തിന്. യയാതിരിവ ധാർമ്മിക. യയാതി രാജാവ് പോലെ ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അത്രയും ധർമ്മം. യയാതി മഹാരാജാവ് ധർമ്മം ചെയ്ത് സ്വർഗത്തിൽ പോലും ദേവന്മാർക്ക് ഇരിക്കാൻ സ്ഥലമില്ലാതായി. കാരണം ഒരാൾ ഇവിടെ ധർമ്മം ചെയ്താൽ കുറച്ച് സ്ഥലം ദേവന്മാർ മാറ്റിവെക്കും ഈ ധർമ്മം ചെയ്ത ആൾക്ക് വേണ്ടി. ഇങ്ങനെ യയാതിക്ക് വേണ്ടി മാറ്റിവെച്ച് എന്തായി, ദേവന്മാർക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ലാതായി. അത്രയും ധർമ്മങ്ങൾ ചെയ്ത മഹാത്മാവായിരുന്നു. യയാതിരിവ ധാർമ്മിക ധൃത്യ ബലിസവ. ധൈര്യം ബലിയെ പോലെ ഇരിക്കും. ഭഗവാൻ ബലിയെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ്റെ 2 അടി മണ്ണും മേടിച്ച് 3ാമത്തെ അടിയായി ബലിയും സ്വീകരിച്ച് പിന്നെ വർണ്ണപാസം കൊണ്ട് കെട്ടിയിടാൻ പറഞ്ഞു. എന്നിട്ടും ബലിചക്രവർത്തി ധൈര്യത്തോട് അവിടെ നിന്നു. ധൃത്യ ബലിസമഹ കൃഷ്ണേ പ്രഹ്ലാദൈവ സദ്ഗഹ. പ്രഹ്ലാദൻ എങ്ങനെയാണ് ഭഗവാനെ ആശ്രയിച്ചിരുന്നു അതുപോലെ ഈ പരീക്ഷിച്ചിരിക്കും. പിന്നെ അശ്വമേധാദി യാഗങ്ങളൊക്കെ ചെയ്യും, നല്ല രാജഋഷികളൊക്കെ ഉണ്ടാവും. അവസാനം കലിപുരുഷനെ പോലെ നിഗ്രഹിക്കും. പിന്നെ ഒരു തക്ഷകൻ്റെ ദംശം, ഒരു സർപ്പദംശം ഏറ്റ് അവസാനം ഭാഗവതം കേട്ട് ഈ ഉണ്ണി മരിക്കും പറഞ്ഞപ്പോൾ ധർമ്മപുത്രർക്ക് സന്തോഷമുണ്ടായി. എന്തായാലും അവസാനം ഭാഗവതം കേൾക്കില്ലേ, അത് മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ ആ ഉണ്ണിയെ എല്ലാവരും ആശീർവാദം ചെയ്യുന്ന സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാനും ആശീർവാദം ചെയ്തു. മടങ്ങി പോകുമ്പോൾ അർജുനനെയും വിളിച്ചുകൊണ്ട് ഭഗവാൻ ദ്വാരകയ്ക്ക് മടങ്ങിപ്പോയി. ഈ സമയത്തിലാണ് തീർത്ഥയാത്രയായി പുറപ്പെട്ട വിതുര മഹാശയൻ
തിരിച്ചു വന്നു ഹസ്തിനാപുരത്തിലേക്ക്. വരുമ്പോൾ തന്നെ നാമം ജപിച്ച് വരണു. നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, ആനന്ദ ഗോവിന്ദ ഗോപി ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല. ഹേ മാധവ ഹേ കേശവ, ഹേ മാധവ ഹേ കേശവ, മുരളീധര കണ്ണ മനമോഹന, മുരളീധര കണ്ണ മനമോഹന, ഹേ മുരളീധര കണ്ണ മനമോഹന, മുരളീധര കണ്ണ മനമോഹന, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, നന്ദ ആനന്ദ കന്ദ സുന്ദര ഗോപാല, സുന്ദര ഗോപാല, സുന്ദര ഗോപാല. വിതുരമഹാശയൻ നാമം ജപിച്ച് വന്നപ്പോൾ അവിടെ എല്ലാവരും പാണ്ഡവന്മാർക്ക് അദ്ദേഹത്തിന് നമസ്കരിച്ചു. നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കൾ തീർത്ഥയാത്ര പോകേണ്ട ആവശ്യമില്ല. ഭവദ്വിദാ ഭാഗവതാഹ തീർത്ഥഭൂതാ സ്വയം വിഭോ, തീർത്ഥീകുറുവന്തി തീർത്ഥാണി സ്വാന്തസ്ഥേന ഗതാഭൃത. പാപം ചെയ്തവരാണ് തീർത്ഥയാത്രയായിട്ട് പോവാറുണ്ട്, പാപം പോവാൻ വേണ്ടി. അപ്പോൾ പാപം ചെയ്യാത്ത മഹാത്മാക്കളൊക്കെ തീർത്ഥയാത്ര പോകുന്നുണ്ടല്ലോ. അതിന് കാരണം എന്താണ്? ആ തീർത്ഥങ്ങളുടെ പാപം മാറാൻ വേണ്ടിയാണ്. കാരണം നിറച്ച ആളുകൾ, പാപികളൊക്കെ തീർത്ഥത്തിൽ ഗംഗാദി പുണ്യനദികളിൽ കുളിച്ച് അവരുടെ പാപമൊക്കെ അവിടെ വിടുന്നു. ആ പുണ്യനദികളുടെ പാപം മാറാൻ വേണ്ടിയാണ് മഹാത്മാക്കളൊക്കെ തീർത്ഥയാത്രയായി പുറപ്പെട്ട് ചെല്ലുന്നു. അപ്പോൾ നിങ്ങളെപ്പോലെ മഹാത്മാക്കൾ തീർത്ഥയാത്ര പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെക്കൊണ്ടാണ് ഞങ്ങൾക്ക് പോലും ക്ഷേമം എന്ന് പറഞ്ഞ് ധർമ്മപുത്രൻ അദ്ദേഹത്തിന് നമസ്കരിച്ചു. പിന്നെ വിതുരൻ ധൃതരാഷ്ട്രനൊക്കെ ഉപദേശം കൊടുത്തു. 50-60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടണം. 60 വയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി കുറച്ച് പണമൊക്കെ ഉണ്ടാക്കണം. 60 വയസ്സ് കഴിഞ്ഞാലോ പിന്നെ പരലോകത്തിലേക്ക് ചെല്ലാൻ വേണ്ടിയുള്ള പുണ്യങ്ങളും ഉണ്ടാക്കണം. അതിനുവേണ്ടി ക്ഷേത്ര ദർശനം, പുണ്യതീർത്ഥങ്ങൾ കുളിക്കണം, കൂടുതൽ നാമം ജപിക്കണം. ജോലിക്ക് പോകുന്നത് വരെ നമുക്ക് പണം ഉണ്ടാക്കണം. പിന്നെ റിട്ടയറായ ശേഷം പുണ്യം ഉണ്ടാക്കണം. ഉണ്ടാക്കിയ പണം കൊണ്ട് പുണ്യം ചെയ്യണം. ജോലിക്ക് പോകുന്ന സമയത്ത് 2 സീരിയൽ നോക്കിയവർ ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ 1 സീരിയലാക്കി മാറ്റണം. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? 2 സീരിയൽ കാണുന്നവർ ഇനി ഫ്രീ അല്ലേ 4 സീരിയൽ നോക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആവരുത്. കൂടുതൽ പ്രായമാവുമ്പോൾ ഭൗതികമായ കാര്യങ്ങൾ മാറ്റിവെച്ച് ആധ്യാത്മികമായ കാര്യങ്ങൾ, നാമജപം മുതലായ കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യണം എന്നാണ് ഇവിടെ വിതുരൻ ധൃതരാഷ്ട്രനൊക്കെ ഉപദേശം കൊടുത്തു. ശരി പറഞ്ഞ് ധൃതരാഷ്ട്രനും വിതുരൻ്റെ ഒപ്പം ഹരിദ്വാരത്തിൽ ചെന്ന് നാമം ജപിച്ച് ധ്യാനിച്ച് അദ്ദേഹം ഭഗവാന്റെ പാദത്തിലെത്തി. ഈ സമയത്താണ് ധൃതരാഷ്ട്രനെ കാണാൻ വന്നപ്പോൾ ധൃതരാഷ്ട്രൻ ഇല്ലെന്ന് മനസ്സിലാക്കി ധർമ്മപുത്രൻ. അപ്പോൾ ധർമ്മപുത്രൻ വിഷമിക്കുന്ന സമയത്താണ് നാരദൻ പറഞ്ഞു, ഇനി വിഷമിക്കേണ്ട ആവശ്യമില്ല, ഓരോരോ കാര്യത്തിന് വേണ്ടി വന്നവർക്ക് തിരിച്ച് മടങ്ങിപ്പോകാനുള്ള സമയമായി. അപ്പോഴാണ് മനസ്സിലായി ധർമ്മപുത്രനുക്ക് പ്രധാനമായിട്ട് ഇവിടെ വന്ന ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാനെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ദേവന്മാർക്ക് വേറെ വേറെ രൂപം സ്വീകരിച്ച് വന്നത്. അപ്പോൾ ഭഗവാൻ ദ്വാരകയിൽ എങ്ങനെയാണോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അർജുനൻ വരുന്നു. ദ്വാരകയിൽ നിന്ന് വരുന്ന അർജുനൻ്റെ കയ്യിൽ ശക്തി ഒന്നുമില്ല, സാധാരണക്കാരനെ പോലെ വരുന്നു. അപ്പോൾ ധർമ്മപുത്രൻ ചോദിക്കുന്നു, നിൻ്റെ ശക്തി, നിൻ്റെ വീര്യം, ശൗര്യം, പരാക്രമമൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോഴാണ് അർജുനൻ ഇവിടെ പറയുന്നു, വഞ്ചിതോഹം മഹാരാജ ഹരിനാ ബന്ധുരൂപിന. ഞാനും ഇത്ര കാലം വിചാരിച്ചിരുന്നു എൻ്റെ ശക്തി, എൻ്റെ പരാക്രമം. ഇപ്പോഴാണ് മനസ്സിലാക്കി എൻ്റെ ഒന്നുമില്ല. എൻ്റെ ഒപ്പം നടന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്
നമ്മൾ ഇങ്ങനെ ജീവിച്ചിരിക്കാൻ കാരണം നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്താലും അത് ഭംഗിയാവുള്ളൂ. ഭഗവാൻ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ വിളിച്ചു കൊണ്ടുപോകാൻ പിന്നെ 4 ആളുകൾ വരും. 2 ആൾ കൈ പിടിക്കും, 2 ആൾ കാല് പിടിക്കും, ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ശരീരമാണ് തേര്, അർജുനൻ്റെ തേര്. 5 കുതിരകളാണ് 5 ഇന്ദ്രിയങ്ങൾ. പരമാത്മാവാണ് സാരഥി, ജീവാത്മാവാണ് അർജുനൻ. അപ്പോൾ അർജുനൻ്റെ തേര് തെളിച്ചു പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാൻ നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. ആ ഭഗവാൻ ഉള്ളിൽ ഉള്ളത് വരെ മാത്രമേ ഈ ജീവനക്ക് പെരുമ, ഇല്ലെങ്കിൽ പെരുമ ഇല്ല എന്ന് മനസ്സിലാക്കി അർജുനൻ അടുത്ത ക്ഷണം പാണ്ഡവന്മാരൊക്കെ തൻ്റെ പേരക്കുട്ടിയായ പരീക്ഷത്തിന് പട്ടാഭിഷേകം നടത്താൻ തീരുമാനിച്ച് അതിനുവേണ്ടി മന്ത്രികളെയും മഹർഷിമാരെയും ഏർപ്പാടാക്കി പാണ്ഡവന്മാരൊക്കെ കാട്ടിലേക്ക് ചെന്നു. അവിടെ ഗംഗാതീരത്തിൽ ചെന്നു. ബദരികാശ്രമവും കടന്ന് അവിടെ ഗംഗയിൽ ഇറങ്ങി പാണ്ഡവന്മാരൊക്കെ അവരുടെ സ്വന്തം രൂപത്തിൽ എത്തിച്ചേർന്നു. ഓരോ ദേവന്മാരല്ലേ ഇങ്ങനെ വേഷം കെട്ടി വന്നത്. ധർമ്മദേവതയും വായുഭഗവാനും ഇന്ദ്രനും അശ്വദേവர்களൊക്കെയാണ് പാണ്ഡവന്മാരായിട്ട് വന്നു. വീണ്ടും അതേ രൂപത്തിൽ അവർ മടങ്ങി ചെന്നു. പിന്നെ കലിയുഗത്തിൽ ആദ്യത്തെ രാജാവാണ് പരീക്ഷിത്ത്. പരീക്ഷിത്ത് ധർമ്മപ്രകാരം രാജ്യഭരണം നടത്തുന്നു. ധർമ്മപ്രകാരം രാജ്യഭരണം നടത്തിയാലും ജനങ്ങൾക്ക് അധർമ്മത്തിലാണ് കൂടുതൽ ശ്രദ്ധ. ധർമ്മത്തിൽ ശ്രദ്ധ ഉണ്ടാവണില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടി വരണം. ഇത് ചെയ്താൽ ഇത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ ഇടയ്ക്ക് സപ്താഹത്തിൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. എന്താ കാരണം? ഇത് പറഞ്ഞാലേ ജനങ്ങൾക്ക് ഒരു ഉത്സാഹം വരുള്ളൂ. ഇത് കിട്ടാൽ മോക്ഷം കിട്ടും പറഞ്ഞാൽ ഒരാൾ വരില്ല. മോക്ഷം പിന്നെ ആവാം എന്ന് വിചാരിച്ചേക്കും. അപ്പോൾ ധർമ്മ വിഷയത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ടി വരണം. അതിൽ ശ്രദ്ധ കുറയുന്നു. ഇവിടെ ഭാഗവതം ഇവിടെ കേട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഉറങ്ങിപ്പോവും. ഇത് സീരിയൽ നോക്കുമ്പോഴോ ഉറക്കം വരാറില്ല. 12 മണി വരെ ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ അപ്പോൾ എന്താ ഉറക്കം വരാത്ത കാരണം? മൊബൈൽ നോക്കട്ടെ, 12 വരും. ഇങ്ങനെ തേച്ച് കൈ വിരലുടെ രേഖ പോലും മാഞ്ഞു പോകും. അത്രയും നേരം തേച്ച് കൊണ്ടിരിക്കും. അപ്പോൾ ഉറക്കം വരാറില്ല. ഇങ്ങനെ നല്ല കാര്യങ്ങൾ പങ്കെടുക്കുമ്പോഴോ അറിയാതെ ഉറങ്ങിപ്പോവും. എന്താ കാരണം? ഇതാണ് കലിയുഗത്തിൻ്റെ ഒരു പെരുമ. നല്ല കാര്യത്തിൽ ശ്രദ്ധ കുറവും ഉണ്ടാവും. അപ്പോൾ ഈ കലിയെ നിഗ്രഹിക്കണം തീരുമാനിച്ചു പരീക്ഷിത്ത്. അതിനുവേണ്ടി ഒരു ദിഗ്വിജയമായി പുറപ്പെട്ടു. അങ്ങനെ ചെന്ന് വരുമ്പോഴാണ് സ്വന്തം നാട്ടിൽ ഒരു കാള അവിടെ നിൽക്കുന്നു. ആ കാളയുടെ 3 കാല് വെട്ടി 4ാമത്തെ കാല് വെട്ടാൻ വേണ്ടി രാജാവിൻ്റെ വേഷം ധരിച്ച ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. ആ കാളയെ സമാധാനം ചെയ്തുകൊണ്ട് അടുത്ത ഒരു പശു നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ പരീക്ഷിത്ത് അവിടെ വന്നു. ആ കാളയോട് ചോദിച്ചു, നിൻ്റെ കാല് വെട്ടിയ ആൾ ഇയാളാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ കാള പറയുന്നു, എൻ്റെ 3 കാലും പോയി, എനിക്ക് ഇത്രയും വിഷമം ഉണ്ടാവാൻ എന്താണ് കാരണം? ഇതുവരെ എനിക്ക് പിടികിട്ടുന്നില്ല. എന്താ കാരണം? കേചിത് വികൽപവസന ആഹുരാത്മാനമാത്മനഃ ദൈവമന്യേ പരേ കർമ്മ സ്വഭാവമപരേ പ്രഭും. ദുഃഖത്തിന് കാരണമായിട്ട് ഓരോരോ ആളുകൾ ഓരോന്ന് പറയുന്നു. ചില ആളുകൾ അടുത്ത വീട്ടുകാരനെ പറയുന്നു, ചില ആളുകൾ എൻ്റെ കർമ്മദോഷങ്ങളാണെന്ന് പറയുന്നു, ചില ആളുകൾ ഗ്രഹപ്പിഴയാണ് പറയുന്നു, ചില ആളുകൾ എൻ്റെ കാലത്തിൻ്റെ കോളമാണ്. ഇങ്ങനെയൊക്കെ ദുഃഖത്തിന് കാരണം ഒന്നൊന്ന് പറയുന്നു. ചില മഹാത്മാക്കൾ നമ്മുടെ മനസ്സാണ് കാരണം. ദുഃഖത്തിന് കാരണമായിട്ട് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഗ്രഹമാണ്, ഗ്രഹപ്പിഴയാണ്, പിന്നെ കർമ്മത്തിൻ്റെ ഫലമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഏതാണ് യോജിച്ച കാരണമോ അത് എടുത്തോളൂ. അപ്പോൾ പരീക്ഷിത്ത് അത്ഭുതപ്പെട്ടു. കാരണം കാല് വെട്ടിയാലും അടുത്തും ഉണ്ടായിട്ടും ഇയാളാ എൻ്റെ കാല് വെട്ടിയെന്ന് പറഞ്ഞിട്ടില്ല ആ കാള്. ഇങ്ങനെ പറയാത്ത കാരണം എന്താ? തെറ്റ് ചെയ്ത ആളെ ചൂണ്ടിക്കാണിച്ചാൽ അതൊരു തെറ്റാണ്. ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ പേരാണ് പരദൂഷണം. ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ ചെയ്തു. ഈ പരദൂഷണം പറഞ്ഞാൽ ദേവന്മാർക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല. ഒരു നാട്ടിൽ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രം ആശ്രയിച്ചാണ്, ആ ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണ് ആ നാട് സുഭിക്ഷമായി ഇരിക്കുന്നു. പക്ഷെ ഭദ്രകാളിക്ക് പരദൂഷണം പറഞ്ഞാൽ ഇഷ്ടമില്ല. നാട്ടിലെല്ലാവരും പരദൂഷണം പറയാൻ തുടങ്ങിയപ്പോൾ
ഭദ്രകാളി രാജാവിൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, ഈ നാട് വിട്ട് ഞാൻ പോകുന്നു, എനിക്ക് വേണ്ട. എന്താ കാരണം? എല്ലാവരും പരദൂഷണം പറയാൻ തുടങ്ങി, എനിക്ക് ഇഷ്ടമില്ല, ഞാൻ പോകുന്നു. അപ്പോൾ ഭദ്രകാളിയോട് രാജാവ് പറഞ്ഞു, നാളെ മുതൽ എൻ്റെ സ്വപ്നത്തിൽ വന്നു പറയൂ, ആരൊക്കെയാണ് പരദൂഷണം പറയുന്നു, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ശിക്ഷിക്കാം. അപ്പോൾ ഭദ്രകാളി ചിരിച്ചു. എല്ലാവരും പരദൂഷണം പറയുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നു, നീ എന്നെ കൊണ്ട് തന്നെ പരദൂഷണം പറയുന്നുണ്ടല്ലോ, ഇയാൾ പരദൂഷണം പറയണോ? ഇങ്ങനെ ഒരാളെ കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും പെടില്ലേ? അങ്ങനെയാണ് യഥാ അധർമ്മകൃതസ്ഥാനം സൂചകസ്യാപി തദ്ഭവേത്. തെറ്റ് ചെയ്യുന്ന ആൾ ഇയാളാണ് സൂചകൻ. ആരാണോ അവനക്കും അതിൻ്റെ ഗുണമുണ്ടാവും. അതുകൊണ്ടാണ് ധർമ്മം ബ്രവീഷി ധർമ്മജ്ഞ, നേരിട്ട് ഇയാളാണ് എൻ്റെ കാല് വെട്ടിന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ മനസ്സിലാക്കി പരീക്ഷിത്ത്, ഈ കാളയാണ് ധർമ്മദേവത, അടുത്തിരിക്കുന്ന പശുവാണ് ഭൂമി. ഈ ധർമ്മത്തെയും ഭൂമിയും ദ്രോഹിക്കുന്ന ആളാണ് കലിപുരുഷൻ മനസ്സിലാക്കി. കലിപുരുഷനെ വെട്ടാൻ വേണ്ടി വാള് ഉയർത്തിയപ്പോൾ കലിപുരുഷൻ കാലിൽ വീണ് നമസ്കരിച്ചു. എനിക്ക് എന്തെങ്കിലും ഒരു 4 സ്ഥലം കൊടുത്തോളൂ, അവിടെ ഇരുന്നോളാം. അപ്പോൾ 4 സ്ഥലം കൊടുത്തു. ജൂതം പാണം സ്ത്രീയ സൂണ, ചൂത് കളിക്കുന്ന സ്ഥലം, മദ്യമിക്കുന്ന സ്ഥലം, വേശ്യാസ്ത്രീകൾ ഇരിക്കുന്ന സ്ഥലം, ഹിംസ നടക്കുന്ന സ്ഥലം, ഇങ്ങനെ 4 സ്ഥലം കൊടുത്തു. അപ്പോൾ കലിപുരുഷൻ പറഞ്ഞു, പോരാ, ഒന്നുകൂടി വേണം. ഈ 4 നടത്തണമെങ്കിൽ ആദ്യം പൈസ വേണ്ടേ? ചൂത് കളിക്കാനും മദ്യമിക്കാനും വേശ്യാസ്ത്രീകളുടെ അടുത്ത് ചെല്ലാനും ഒരാളെ കൊല്ലാൻ പുറപ്പെടുമ്പോൾ എല്ലാം പണം കൊടുത്തല്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പരീക്ഷിത്ത് പറഞ്ഞു, ധർമ്മത്തിന് ചെലവാക്കാത്ത പൈസയിൽ ഇരുന്നോളൂ. ഒരു 1000 നമ്മുടെ കയ്യിൽ ഒരു 1000 രൂപ കിട്ടിയാൽ അതിൽ നിന്നും 10 രൂപ ഒന്നും ധർമ്മത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ എന്താകും? ആ ബാക്കിയുള്ള പൈസ ഒക്കെ ധർമ്മത്തിൻ്റെ ശേഷമായി തീരും. അപ്പോൾ അതിൽ കലിപുരുഷൻ വരില്ലേ? മുഴുവനും പൈസ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? അതിൽ കളി കയറി വരും, പിന്നെ വെറുതെ ചിലവായി പോകും. അങ്ങനെ ധർമ്മത്തിന് ചിലവാവാത്ത പൈസയിൽ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ശരി പറഞ്ഞ് ഈ 5 സ്ഥലത്തിൽ ഇരിക്കുന്നു ഈ കലിപുരുഷൻ. ഒരു ദിവസം പരീക്ഷിത്ത് നായാട്ടത്തിന് പോകുന്നു. അത് രാജാവിൻ്റെ ധർമ്മമാണ്. മൃഗങ്ങളെ വേട്ടയാടി കൊല്ലണം. വേട്ടയാടി പറഞ്ഞാൽ കൂടുതൽ പണ്ട് കാടുകൾ കൂടുതലുണ്ടായിരുന്നു, നാട് കമ്മിയായിരുന്നു. അപ്പോൾ കാട്ടിലിരിക്കുന്ന മൃഗങ്ങളൊക്കെ, ക്രൂര മൃഗങ്ങളൊക്കെ നാട്ടിലേക്ക് വരും. അപ്പോൾ അവരെ വിരട്ടാൻ വേണ്ടി നായാട്ടത്തിന് പോകും. പിന്നെ രാജാവ് യുദ്ധത്തിന് അഭ്യാസം വേണ്ടേ? കൃത്യമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പോൾ ഇടയ്ക്ക് നായാട്ടത്തിന് പോകും. അങ്ങനെ ഒരു നായാട്ടത്തിന് പോകുമ്പോൾ ഒരു മാനിനെ തുരത്തി ചെല്ലുന്നു. മാന് ഓടുന്ന അതിൻ്റെ ഒപ്പം ഈ രാജാവ് പോകുമ്പോൾ ആ മാന് ഒരു മഹർഷി ആശ്രമം വഴി കൂടി ചെന്നു. മൃഗാൻ അനുഗതശ്രാന്ത ക്ഷുദിത തൃഷിതോ ഭൃശം. ആ മഹർഷിയോട് ചോദിച്ചു, ഇവിടെ മാന് വന്നുവോ? ആ മഹർഷിയോട് ചോദിച്ചപ്പോൾ ശമീകരൻ പേരുള്ള ആ മഹർഷി ഒന്നും മറുപടി പറയാതെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നു, ധ്യാനത്തിലിരിക്കുന്നു. അത് മനസ്സിലാവാത്ത രാജാവ് ദേഷ്യപ്പെട്ടു. ഞാൻ നേരിട്ട് വന്നിട്ടും നീ വേഷം കെട്ടി ഇങ്ങനെ ധ്യാനം പോലെ അഭിനയിക്കുന്നുണ്ടല്ലോ. മൃഷാസമാധിഹി, നിൻ്റെ ധ്യാനം വെറുതെ അഭിനയമാണ്, ഇപ്പോൾ കാണിച്ചു തരാൻ പറഞ്ഞ് അവിടെ മരിച്ചു കിടന്ന് ഒരു പാമ്പിൻ്റെ ജഡം അതിൻ്റെ ആ ശരീരം എടുത്ത് വില്ലിൻ്റെ നുണി കൊണ്ട് എടുത്ത് ആ രാജാവ് മഹാത്മാവിൻ്റെ കഴുത്തിലിട്ടു. ധ്യാനം പോലെ അഭിനയിച്ചുണ്ടെങ്കിൽ പാമ്പിൻ്റെ ജഡം ശരീരത്തിൽ ചാടി എഴുന്നേക്കും, പേടിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ഒറിജിനൽ സമാധിയിലായതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. പരീക്ഷിച്ച് ഇങ്ങനെ പാമ്പിനെ ഇട്ടു ചെന്നു. നാട്ടിൽ ചെന്ന ശേഷമാണ് പരീക്ഷത്തിന് ഓർമ്മ വന്നു, ഇങ്ങനെ അറിയാത്ത ഒരു തെറ്റും ചെയ്യാതെ ഒരു മഹാത്മാവിൻ്റെ കഴുത്തിൽ പാമ്പിൻ്റെ ജഡമെടുത്തിട്ടല്ലോ. ഭഗവാനെ, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നെ ഒന്ന് ശിക്ഷിക്കണേ, എന്നോട് ഒന്ന് ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാണ് നല്ലവരുടെ സ്വഭാവം. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ഭഗവാനോട് പ്രാർത്ഥിക്കും, ഞാൻ അറിയാതെ ചെയ്തു പോയി, എന്നെ രക്ഷിക്കണേന്ന്. ഇതാണ് പശ്ചാത്താപം. ഇത് നല്ലവർക്ക് മാത്രമേ തോന്നുള്ളൂ, ദുഷ്ടന്മാർക്ക് തോന്നാറില്ല. അവരെന്ത് ചെയ്യും? എന്നോട് ഒരു പൊട്ടൻ വഴി ചോദിച്ചു, ഞാൻ മുള്ളു വഴിയാണ് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ അത് പെരുമയായിട്ട് പറയും. അങ്ങനെ ചെയ്ത തെറ്റിനെ
പെരുമയായിട്ട് പറഞ്ഞു നടക്കുന്നവരാണ് ദുഷ്ടന്മാർ. ചെയ്ത തെറ്റിനെ മാപ്പു ചോദിക്കുന്നവരാണ് ശിഷ്ടന്മാർ, സാധുക്കൾ. അപ്പോൾ ഭഗവാനോട് എനിക്ക് ശിക്ഷ തരണേന്ന് പ്രാർത്ഥിക്കുന്നു പരീക്ഷിത്ത്. ഈ സമയത്താണ് ആ മഹാത്മാവിൻ്റെ പുത്രൻ, ശൃംഗി എന്നുള്ള പേരിൻ പുത്രൻ, ഈ വിഷയം മനസ്സിലാക്കി ഉടനെ ശാപം കൊടുത്തു. പരീക്ഷിത്ത് എന്താ വിചാരിക്കുന്നു, ബ്രാഹ്മണന്മാരുടെ കയ്യിൽ ആയുധമൊന്നില്ലേ, എന്ത് ചെയ്താലും ഇങ്ങനെ വെറുതെ ക്ഷമയായിട്ട് ചെല്ലും. നമ്മൾ ക്ഷത്രിയന്മാരല്ലേ, നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, നമുക്ക് എന്തും ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു പരീക്ഷിത്ത്. ക്ഷത്രിയന്മാരുടെ കയ്യിൽ ആയുധമാണെങ്കിൽ ബ്രാഹ്മണന്മാരുടെ വായിലാണ് ആയുധം. ചിലപ്പോൾ ക്ഷത്രിയന്മാർ പ്രയോഗിക്കുന്ന ആയുധം ലക്ഷ്യം മാറി വേറെ സ്ഥലത്തിൽ വീഴും. പക്ഷേ ബ്രാഹ്മണന്മാർ വായി കൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് അതിൻ്റെ ഫലം കിട്ടും. നല്ലത് പറഞ്ഞാൽ ഫലം കിട്ടുമോ സംശയം. ശാപം കൊടുത്താൽ ഉടനെ തന്നെ അതിൻ്റെ ഗുണമുണ്ടാവും. ശാപത്തിൻ്റെ ഫലം കിട്ടും. കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കയ്യിൽ കുറച്ച് വെള്ളം എടുത്ത് ശപിച്ചു. ഇതി ലംഘിതമര്യാദം തക്ഷക സപ്തമേഹണി ദംക്ഷ്യതി സ്മ കുളാങ്കാരം ചോദിത്തോ മേ തദ്രുഹം. എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ പാമ്പിൻ്റെ ശവശരീരം എടുത്തിട്ട് ഈ പരീക്ഷത്തിന് 7ാമത്തെ ദിവസം തക്ഷകൻ കടിക്കട്ടെ, ഇങ്ങനെ സർപ്പദംശം ഏറ്റ് പരീക്ഷിത്ത് മരിക്കട്ടെ എന്ന് ശാപം കൊടുത്തു. ഈ വിഷയം ആ മഹാത്മാവ് മനസ്സിലാക്കി ഉടനെ തന്നെ തൻ്റെ പുത്രനോട് പറഞ്ഞു, ഇങ്ങനെ ചെറിയ തെറ്റിന് വലിയ അപരാധം ചെയ്തു പോയി, നിൻ്റെ അപരാധം ഭഗവാൻ ക്ഷമിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ശിഷ്യനെ പറഞ്ഞു വിട്ടു. പരീക്ഷത്തോട് വിഷയം അറിയിച്ചോളൂ. പരീക്ഷിത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ആ ശിഷ്യൻ വന്ന് പറഞ്ഞു, 7ാമത്തെ ദിവസം പാമ്പ് കടിച്ച് നിങ്ങൾക്ക് മരണം. ഇത് കേട്ട ഉടനെ പരീക്ഷിത്ത് അടുത്ത ക്ഷണം രാജ്യഭാരം തൻ്റെ പുത്രൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് പുറപ്പെട്ടു. ഈ കുടുംബത്തിൽ എല്ലാവരും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ മരിച്ചു പോകുന്നു. സ്വന്തം മകൻ്റെ രാജ്യഭരണം കാണാനുള്ള യോഗ്യതയില്ല. പാണ്ഡവന്മാർ ചെറുപ്പത്തിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാണ്ഡു മരിച്ചു. പാണ്ഡവന്മാരും പേരക്കുട്ടിയെ ചെയ്തോളൂ, പട്ടാഭിഷേകം നടത്തിക്കൊള്ളു പറഞ്ഞ് അവരും പോയി. ഇവിടെ പരീക്ഷിത്തും തൻ്റെ മകനെ പട്ടാഭിഷേകം ചെയ്തോളൂ പറഞ്ഞ് പരീക്ഷിത്തും ഇങ്ങനെ തപസ്സിന് പോയി. ഗംഗാതീരത്തിൽ എത്തിച്ചേർന്നു. ഭഗവാനെ എനിക്ക് സത്സംഗം തരണേന്ന് പ്രാർത്ഥിക്കുമ്പോൾ മഹാത്മാക്കൾ അവിടെ വരുന്നു. അത്രിർവസിഷ്ഠശ്ച വനശരദ്വാൻ അരിഷ്ടനേമിർഭൃഗുരംഗിരാശ്ച പരാശരോഗാദിസുതോധരാമഃ മുദച്ഛൈന്ദ്രപ്രമദേത്മബാഹു. പല മഹാത്മാക്കൾ അവിടെ എത്തിച്ചേരുന്നു. എല്ലാവരെയും വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടും എനിക്ക് ജന്മം കിട്ടിയാൽ ആ ജന്മത്തിൽ നല്ല ഭക്തി ഉണ്ടാവണം. പുനശ്ച ഭൂയാത് ഭഗവത്യാന്തേ രതിഹി. ഒരു നല്ല പ്രാർത്ഥനയാണ്. ഭാഗവത്തിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്കും പ്രാർത്ഥിക്കാം ഭഗവാനോട്. പ്രഥമസ്കന്ധം 19ാമത്തെ അധ്യായത്തിലാണ് 16ാമത്തെ ശ്ലോകം. പുനശ്ച ഭൂയാത് ഭഗവത്യനന്തേ രതിഹി. വീണ്ടും എനിക്ക് ജന്മം കിട്ടിയാൽ ഭഗവാന്റെ പാദത്തിൽ ഭക്തിയും പ്രസംഗശ്ച തദാശ്രയേഷു, എപ്പോഴും സത്സംഗവും. മഹത്സു യാം യാം ഉപയാമി സൃഷ്ടിം മൈത്ര്യസ്തു സർവത്ര. എല്ലാവരോടും സ്നേഹം തോന്നണം. മൈത്രിയസ്തു സർവത്ര നമോ ദ്വിജേഭ്യ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷിത്ത് ആ മഹാത്മാക്കളെ വീണ്ടും നമസ്കരിക്കുന്നു. അവിടെ വന്ന മഹാത്മാക്കളൊക്കെ പറയുന്നു, നിനക്ക് സദ്ഗതിയാണ് കിട്ടാൻ പോകുന്നു, പേടിക്കേണ്ടെന്ന് അവർ അഭയം കൊടുത്തു. ആ മഹാത്മാക്കളോട് എനിക്ക് ഭഗവാന്റെ കഥകൾ പാടി കേൾപ്പിക്കണം. ഗായത വിഷ്ണുഗാഥാഹ. ഭഗവാന്റെ കഥകൾ പാടി കേൾപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്നവർക്ക് എല്ലാവർക്കും ഭാഗവതം അറിയാമായിരുന്നു. നാരദൻ, വ്യാസൻ, പരാശരൻ, മൈത്രേയൻ വലിയ വലിയ മഹാത്മാക്കളാണ്. പക്ഷേ എല്ലാവർക്കും കേൾക്കാനാണ് താത്പര്യം. എല്ലാവരും മൗനമായിട്ടിരിക്കുന്നു. എന്താ കാരണം? ഇവിടെ ശുകാചാര്യൻ വരും. ആ സമയത്ത് ശുകൻ്റെ വായിലിന് നമുക്കും ഭാഗവതം കേൾക്കാൻ കാത്തിരിക്കുമ്പോഴാണ് കൃത്യം അവിടെ സമയത്തിൽ ശുകാചാര്യൻ പ്രത്യക്ഷപ്പെട്ടു. തത്രാഭവത് ഭഗവാൻ വ്യാസപുത്രഃ യദൃച്ഛയാഗാമടമാണോനപേക്ഷഃ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടഃ വൃതസ്ത്രിബാലൈഃ അവധൂതവേഷഃ. ശുകാചാര്യനെ കണ്ടപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നമസ്കരിക്കുന്നു. പരീക്ഷിത്തും നമസ്കരിച്ച് അദ്ദേഹത്തിന് ഒരു ആസനം കൊടുത്ത് ചോദിക്കുന്നു, ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല?
യത് ശ്രോതവ്യം അഥോ ജപ്യം. ഒരു മനുഷ്യൻ കേൾക്കേണ്ടത് എന്താണ്, ജപിക്കേണ്ടത് എന്താണ്, ചെയ്യേണ്ടത് എന്താണ്, സ്മരിക്കേണ്ടത് എന്താണ്, ഭജിക്കേണ്ടത് എന്താണ്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നും കൂടി ഉപദേശിക്കുന്നതിന് പ്രാർത്ഥിച്ചപ്പോൾ ശുകാചാര്യൻ പരീക്ഷത്തിൻ്റെ ചോദ്യം അഭിനന്ദനം ചെയ്തുകൊണ്ട് തുടങ്ങുന്നു. ഇതോടാണ് ആദ്യത്തെ സ്കന്ധം സമർപ്പിക്കുന്നു.